ട്രാവൽമാൻ വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ യാത്ര മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് പാലക്കാട് ജില്ലാ അതിർത്തിയിൽ എടപ്പാൾ ടൗണിലുള്ള പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. വളരെ ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വൃക്ഷങ്ങളും വലിയ 2 കുളവും പടിപ്പുരയും കടന്ന് വിശാലമായ വയലും ചേർന്ന ആരെയും ആകർഷിക്കുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 ശൈവ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഒന്ന് ദക്ഷിണാമൂർത്തി, രണ്ടാമത്തേത് സാക്ഷാൽ ശിവ ഭഗവാനും. പണ്ട് കേരളം 64 ബ്രാഹ്മണാധിപത്യമുള്ള ഗ്രാമങ്ങളായി വാണ ഒരു കാലമുണ്ട്. ഇതിൽ പവിത്രവും ശ്രേഷ്ഠവുമായ ഗ്രാമമായിട്ടാണ് ഈ ക്ഷേത്രം നിലനിന്നിരുന്ന ശുഗപുരം ഗ്രാമം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വേദപണ്ഡിതന്മാർ ജീവിച്ച ശുഗപുരം ഒരു കാലത്ത് വേദമന്ത്രങ്ങൾ മാത്രം സദാസമയവും പ്രസരിപ്പിച്ച ഒരിടം കൂടിയായിരുന്നു. വേദകാലത്ത് ശുഗ ബ്രഹ്മർഷിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരുന്നത്. വേദവ്യാസന്റെ പുത്രനാണ് ശുഗ മഹർഷി. മഹാദേവനെ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കിഴക്കോട്ട് ദർശനമായി ശിവപ്രതിഷ്ഠയും തെക്ക് മുഖമായ ദക്ഷിണാമൂർത്തിയെയും പ്രതിഷ്ഠിച്ചു. ശാന്ത ഭാവത്തിലാണ് ഗുരു ദക്ഷിണാമൂർത്തി ഭക്തർക്കു മുന്നിൽ ദർശനത്തിലുള്ളത്. 2 തട്ടുള്ള ഉയരത്തിലാണ് ശ്രീകോവിൽ. സാധാരണ ക്ഷേത്ര ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണ് പ്രതിഷ്ഠ. മനോഹരമായ കൊത്തുപണികളുള്ള വെട്ടുകല്ല് ഉപയോഗിച്ച ശ്രീകോവിലാണ്. അത് മനോഹരവുമാണ്. പലതരം രൂപങ്ങൾ ദാരുശില്പ രൂപത്തിൽ ചുമരിൽ നമുക്ക് കാണാൻ കഴിയും. പ്രൗഢഗംഭീരമായ നിർമ്മിതിയാണ്. ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്ത് മറ്റൊരു ശിവപ്രതിഷ്ഠയുണ്ട്. കുളങ്ങര തേവർ എന്നാണ് ഈ പ്രതിഷ്ഠയ്ക്ക് വിളിപ്പേര്. ധാരാളം പടവുകൾ ഇറങ്ങിയാൽ ഒരു കുഞ്ഞു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതാണ് കുളങ്ങര തേവർ. കുളത്തിനോട് ചേർന്നുള്ള ക്ഷേത്രമായതുകൊണ്ടും കൂടിയായിരിക്കാം ഒരുപക്ഷെ കുളങ്ങര തേവർ എന്ന പേര് വന്നിരിക്കാൻ കാരണം. വിശാലമായ ആ കുളവും അത് മനോഹരമാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ശൈവക്ഷേത്രം കാണാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായും അത് കാണാൻ പോവുക. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അറിയുവാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്ഷേത്രത്തിൻ്റെ നമ്പറുകൾ കൊടുക്കുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.